നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കാവൽക്കാരൻ തന്നെ കള്ളനായി മാറുന്ന സംഭവമാണ് ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആലപ്പുഴ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മുഖാമുഖം പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വപ്രസിദ്ധമായ ചക്കുളത്തുകാവ് പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ചേർത്തല മുഹമ്മ KE കാർമൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന് ഈ മാസം 5-ന് തിരിതെളിയുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ഇലക്ഷൻ വന്നാൽ EDയും വരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആലപ്പുഴ പ്രസ് ക്ലബ്ബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അലങ്കാരപ്പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടത്തി. വാർത്തകൾ വിശദമായി. കാവൽക്കാരൻ തന്നെ കള്ളനായി മാറുന്ന സംഭവമാണ് ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മുഖാമുഖം പരിപാടിയെ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല വളരെ ഗൗരവമുള്ള വിഷയമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മോഷണമാണ്, കൊള്ളയാണ്, കളവാണ്, ഗൂഢാലോചനയാണ്, വിശ്വാസവഞ്ചനയാണ്. ആരെയാണോ അത് കാവൽ നടത്തുന്നതിന്, അത് അവിടെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ഏർപ്പെടുത്തിയത് കാവൽക്കാർ തന്നെ കള്ളന്മാരായ ചിത്രമാണ് ശബരിമലയിൽ. ദേവസ്വം ബോർഡിന്റെ 2 പ്രസിഡന്റ്മാര് ജയിൽ കടക്കുകയാണ്. പത്മകുമാർ വാസു. പത്മകുമാർ ആരാണ്? മുൻ MLA ആയിരുന്നു. ഇപ്പോഴും പാർട്ടിയുടെ CPM പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഹൈക്കോടതിയുടെ വ്യക്തമായ ആവർത്തിച്ചുള്ള ഇടപെടലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിയമനവും ഇല്ലെങ്കിൽ ഈ കേസ് തേച്ചുമാച്ചു കളയപ്പെടുമായിരുന്നു. ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ ഇപ്പോഴും CPM സംരക്ഷിക്കാം. കാവൽക്കാരൻ തന്നെ കള്ളനായി മാറുന്ന സംഭവമാണ് ശബരിമലയിൽ ഉണ്ടായതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കവർച്ച വലിയ ഗൗരവമുള്ള വിഷയമാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മോഷണമാണ് ശബരിമലയിൽ നടത്തിയത്. സ്വർണ്ണക്കവർച്ച മാത്രമല്ല ശബരിമലയിൽ നടത്തിയത്, മറിച്ച് വിശ്വാസികളോട് കടുത്ത വഞ്ചനയാണ് സർക്കാർ നടത്തിയതെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയി കൊട്ടാരച്ചിറ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബു പ്രസാദ്, മുൻ MLA മാരായ A ഷുക്കൂർ, ഷാനിമോൾ ഉസ്മാൻ, അഡ്വക്കേറ്റ് M ലിജു, MJ ജോബ്, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. വിശ്വപ്രസിദ്ധമായ ചക്കുളത്തുകാവ് പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഡിസംബർ 4-ാം തീയതി നടക്കുന്ന വിശ്വപ്രസിദ്ധമായ പൊങ്കാലയുടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊങ്കാലയ്ക്ക് വേണ്ടുന്നതായ പ്രാഥമികമായ സൗകര്യങ്ങളും അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും പൊങ്കാലയുടെ നടത്തിപ്പിന് ആവശ്യമായ കുടിവെള്ളത്തിനും അതുപോലെ തന്നെ റോഡ് സൗകര്യങ്ങളും ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളും തുടങ്ങി സർക്കാരും അർദ്ധ സർക്കാരും മറ്റു സന്നദ്ധ സേനകളും എല്ലാവരും ചേർന്ന് അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഏതാണ്ട് പൂർത്തീകരണം ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ പൊങ്കാല മഹോത്സവത്തിൻ്റെ എല്ലാവിധമായ നടത്തിപ്പിനും നാട്ടുകാരുടെയും എല്ലാവരുടെയും ജാതിമത ഭേദമില്ലാതെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളിൽ ഉണ്ടാകുന്നതിനോടൊപ്പം ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വ്രതാനുഷ്ഠാനത്തോടെ എത്തുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സർവമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവിൽ വ്യാഴാഴ്ചയാണ് പൊങ്കാല നടക്കുന്നത്. പുലർച്ചെ 4-ന് നിർമ്മാല്യ ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 9-ന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി കെടാവിളക്കിലേക്ക് ദീപം പകരും. തുടർന്ന് നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാരപ്പൊങ്കാല അടുപ്പിലേക്ക് ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പ്രോജ്വലിപ്പിച്ചുകൊണ്ടാണ് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ന്യൂനപക്ഷകാര്യ മന്ത്രി ജോർജ് കുര്യൻ പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി പനീർശെൽവം ഭദ്രദീപ പ്രകാശനം നടത്തും. ക്ഷേത്രമേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ കാർമ്മിക നേതൃത്വത്തിൽ ട്രസ്റ്റിമാരായ രഞ്ജിത്ത് B നമ്പൂതിരി,
ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരി, രഞ്ജിത് ബി നമ്പൂതിരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ചേർത്തല മുഹമ്മദ് കെ കാർമൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന് ഈ മാസം 5-ന് തിരിതെളിയുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത മാർ തോമസ് തറയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് കെ കാർമൽ CMI സ്കൂളിന്റെ 25ാമത് വാർഷികാഘോഷത്തിന് ഈ മാസം 5-ന് തിരിതെളിയുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സാംജി വടക്കേടം CMI, PTA പ്രസിഡന്റ് റോക്കി തോട്ടുങ്കൽ, മീഡിയ കോർഡിനേറ്റർ സന്തോഷ് ഷൺമുഖൻ എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കെ കാർമൽ CMI സ്കൂളിൻ്റെ 25ാമത്തെ ജൂബിലി ആഘോഷം ഈ വരുന്ന 5-ാം തീയതി വളരെ ആഘോഷമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ആ അവസരത്തിൽ മുഖ്യ അതിഥിയായി വരുന്നത് ചങ്ങനാശ്ശേരി രൂപതാധ്യക്ഷനായ അഭിവന്യ തോമസ് തറയിൽ പിതാവാണ്. അദ്ദേഹത്തോടൊപ്പം CMI സഭയുടെ തിരുവനന്തപുരം പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായ ആൻ്റണി ഇളന്തോട്ടമച്ചനും സ്റ്റാർ സിംഗർ കൗഷിക് S. വിനോദും ഉണ്ടായിരിക്കുന്നതാണ്. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത മാർ തോമസ് തറയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഫാദർ ആന്റണി ഇളന്തോട്ടം CMI, സ്റ്റാർ സിംഗർ ഫെയിം കൗശിക് വിനോദ് എന്നിവർ മുഖ്യാതിഥികളാകും. ചടങ്ങിൽ നവീകരിച്ച ലൈബ്രറി കെട്ടിടം സ്കൂളിന്റെ സ്ഥാപകനായ ഫാദർ മാത്യു വിത്തുവെട്ടിക്കൽ CMIയുടെ പേരിൽ സമർപ്പിക്കും. മാത്രമല്ല, സ്കൂൾ കെട്ടിടം സിൽവർ ജൂബിലി ബ്ലോക്കായി നാമകരണവും ചെയ്യും. ചടങ്ങിൽ ഫാദർ ഡോക്ടർ സാംജി വടക്കേടം CMI രചിച്ച ട്രാൻസ്ഫോമിംഗ് സോഷ്യലിസം ഇൻ കേരള എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തും. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി 1500ഓളം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കലാപ്രകടനങ്ങളും വേദിയിൽ അരങ്ങേറുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. ഇലക്ഷൻ വന്നാൽ ഇടിയും വരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇലക്ഷൻ വരുമ്പോഴെല്ലാം രാഷ്ട്രീയ പദവിനെ കേരളം ചോദിക്കും. EDയെ കണ്ടില്ലല്ലോ. ED ഇലക്ഷൻ വന്നാൽ EDയും വരണം. ഇപ്പതിൻ്റെ ഇതൊരു പഴയ പഴഞ്ചൊല്ലുണ്ട്, കാക്കയും വന്നു പനമ്പഴവും വീണെന്നോ, ഇത് പഴഞ്ചൊല്ലാണത്. ഇലക്ഷൻ വന്നാൽ ഉടനെ തന്നെ ED വരും. ED വന്നാൽ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കും, പിന്നെ ED പോകും. 5 കൊല്ലം മുമ്പ് ഇതുപോലെ കേരളം തദ്ദേശ ഇലക്ഷൻ വന്നാൽ EDയും വരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 കൊല്ലം മുമ്പ് കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയപ്പോഴും ED വന്നിരുന്നു. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ED വീണ്ടും വന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ED വന്നിരുന്നു. 2025 ഇതാ ED വീണ്ടും വരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ED വന്നു പോകുന്നതല്ലാതെ യാതൊന്നും സംഭവിക്കുന്നില്ല എന്നും ഇപ്പോ EDയുടെ വരവും വെറുതെയുള്ള പോക്കും ഒരു തമാശ പോലെയായി എന്നും ബിനോയ് വിശ്വം പരിഹസിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയി കൊട്ടാരച്ചിറ, CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി B. സോളമൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആലപ്പുഴ മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അലങ്കാര പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടത്തി. ആലപ്പുഴ മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ചെറുപ്പ് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അലങ്കാരപ്പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടത്തി. ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പന്തലിന്റെ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. ക്ഷേത്രം സബ് ഗ്രൂപ്പ് ഓഫീസർ രേഖ R. പണിക്കർ, ഉപദേശക സമിതി പ്രസിഡന്റ് G. വിനോദ് കുമാർ, കമ്മിറ്റി അംഗങ്ങളായ വെങ്കിട്ട നാരായണൻ, KM ബാബു, ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ പ്രസാദ്, പ്രേം, സുനിൽകുമാർ, രക്ഷാധികാരി അനിൽകുമാർ, വിദ്യാരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കാവൽക്കാരൻ തന്നെ കള്ളനായി മാറുന്ന സംഭവമാണ് ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആലപ്പുഴ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മുഖാമുഖം പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വപ്രസിദ്ധമായ ചക്കുളത്തുകാവ് പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ചേർത്തല മുഹമ്മ കെ കാർമൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന് ഈ മാസം 5-ന് തിരിതെളിയുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ഇലക്ഷൻ വന്നാൽ EDയും വരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആലപ്പുഴ പ്രസ് ക്ലബ്ബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അലങ്കാരപ്പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.